തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ്. ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏകദേശം നിർമ്മാണ ചെലവിന്റെ 6 ഇരട്ടി വരെ തുക ഇതിനോടകം തന്നെ ടോൾ പിരിവിലൂടെ ഈ ഏജൻസികൾ കരസ്ഥമാക്കി കഴിഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി പലതവണ ഇക്കാര്യത്തിൽ, അതായത് റോഡുകളുടെ ശോചനീയാവസ്ഥ, ടോൾ പിരിവ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി, കളക്ടർ ഇടപെട്ട് ടോൾ പിരിക്കരുത് എന്ന് നിർദ്ദേശിച്ചു. ഇതൊക്കെ പലതവണ അട്ടിമറിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിലു ചേരുന്നു. ബിലു, ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നിരിക്കുന്നു. 4 ആഴ്ചത്തേക്കാണ് ഈ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ആയിരിക്കുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി തുടർച്ചയായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി 1 മാസം മുൻപ് നൽകിയ വാക്ക് പാലിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഗതാഗത കുരുക്ക് തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടോൾ പിരിവ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിനപ്പുറം ഒരു സ്ലോ ട്രാക്ക് സംവിധാനം എന്ന് പറയാം. അതോടൊപ്പം തന്നെ മാനുവലി ഉള്ള പണപ്പിരിവ്, ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. ഏകദേശം മിനിറ്റുകളോളം തന്നെ രാവിലെ സ്കൂൾ സമയങ്ങളിലുമൊക്കെയും അല്ലെങ്കിൽ ഓഫീസ് സമയങ്ങളിലുമൊക്കെ മിനിറ്റുകളോളം ഈ ടോൾ പ്ലാസയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി ടോൾ പ്ലാസയിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനൊന്നും വേണ്ട രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാനോ പരിഹാരം കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി പറയുമ്പോഴും ഇത് പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഏതായാലും വരും ബദൽ സംവിധാനം എന്ന നിലയിൽ ഇവിടെ സർവീസ് റോഡ് ഒരുക്കിയിട്ടുണ്ടെന്നും ദേശീയപാത അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ടോൾ പിരിവ് ഇവിടുത്തെ പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനാണ് ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത്.